a channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയ് മാസത്തെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മുമ്പ് നമ്മൾ ചെയ്തിരുന്നു, ഓരോ മാസത്തെ ഓരോ ദിവസത്തെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫുൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏപ്രിലത്തെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ്. എൻ്റയർ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല, ഇതന്നെ കണ്ടാൽ മതി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ടോപ്പിക് കവേർഡ്. നമ്മളിന്ന് ഇപ്പോൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്താ ആദ്യം നോക്കാം. ഒന്ന്, ഇതിൽ നമ്മൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. രണ്ട്, വെന്യൂസ്, അതായത് ചില ഉച്ചകോടി, അതുപോലെ തന്നെ ചില മീറ്റിങ്ങുകൾ നടന്ന സ്ഥലം. അപ്പോൾ അതാണ് നമ്മൾ നോക്കുക, വെന്യൂസ് എന്നതിൽ. പിന്നെ മൂന്നാമത്താണ് മിഷൻസ് എന്ന് പറഞ്ഞാൽ ചില ഫോർ എക്സാമ്പിൾ ചന്ദ്രയാൻ ഇന്ത്യയുടെ ഒരു ദൗത്യമാണ്. അത് അങ്ങനെയുള്ള കുറച്ച് മിഷൻസ് നമ്മൾ നോക്കുന്നു. ഈ മെയ് മാസത്തിൽ നടന്ന മിഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അടുത്താണ് ഫുൾ ഫോംസ്. ചില ഫുൾ ഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ഇത് കൂടെ നോക്കുന്നതാണ്, പ്രത്യേകിച്ച് സയൻസ് മേഖലയിൽ നിന്ന്. പിന്നെ അഞ്ചാമത്താണ് വേൾഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ വേൾഡ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ലോകത്ത് ഉണ്ടായ, ഫോർ എക്സാമ്പിൾ മറ്റേ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് നടന്ന പുതിയ അപ്പോയിൻമെൻറ്റ്സ് പ്രൈം മിനിസ്റ്റർമാരുടെ അവരുടെയൊക്കെ. പിന്നെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വേറെ കുറച്ച് അപ്പോയിൻമെൻറ്റ്സ്, ഇത് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് കൂടാണ്ട് ചില ഇന്ത്യയിലെ തന്നെ ചില അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് നോക്കും. പിന്നെ സ്പോർട്സിൻ്റെ മേഖല ഏതൊക്കെ കളിക്കാർക്ക് കിട്ടി, അതുപോലെ തന്നെ അവാർഡ്സ്, പിന്നെ IT. ഇത്രയും 11 മേഖലയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. സോ ഇത് നമ്മൾ പറയാൻ കാരണം, ഈ ടോപ്പിക്ക് എന്താണ് നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഒരുവിധം എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്കറിയാം. സോ ഇന്നത്തെ മെയ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഈ 11 മേഖലയും നമ്മൾ കവർ ചെയ്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക്, ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ ഇന്ത്യയിലത്തെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് എവിടെ വരാൻ പോകുന്നത് വെച്ചാൽ പൂനെയിലാണ്. അത് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ പുനീത് ബാലൻ ഗ്രൂപ്പും ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നത്. 2047 ആകുമ്പോഴത്തേക്കും എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് പൂനെയിലാണ്. പുനീത് ബാലൻ ഗ്രൂപ്പും ഇന്ത്യൻ ആർമിയും കൂടി ചേർന്നിട്ടാണ് 2047 ആകുമ്പോഴത്തേക്കും എസ്റ്റാബ്ലിഷ് ചെയ്യും. അടുത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് ബോംബർ UAV ഏതാണെന്ന് ചോദിച്ചാൽ FWD-200B ആണെന്ന് നോക്കുക. ഇനി ഈ FWDയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് എന്നാണ് നോക്കുക. ഇത് നിർമ്മിക്കാൻ പോകുന്ന സ്ഥാപനം ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണെന്നും കൂടി നോക്കാം. അടുത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ. അത് നിർമ്മിക്കുന്നത് TCSഉം അതുപോലെ തന്നെ IIT ബോംബെയും കൂടി ചേർന്നിട്ടാണെന്നും കൂടി നോക്കണം. സോ ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ പൂനെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് ബോംബർ UAV ഏതാണെന്ന് ചോദിച്ചാൽ FWD-200B. അടുത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനം TCSഉം IIT ബോംബെ ആണെന്നും കൂടി നോക്കുക. അടുത്താണ് വേറൊരു മേഖലയാണ് ഈ സെക്രട്ടറി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് പദവികൾ വഹിക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോം സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊതുവേ ഈ 5 അല്ലെങ്കിൽ 4 പൊതുവെ ചോദിക്കാറുള്ളതാണ്. സോ നോക്കണം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിരിധർ ആരമനെയാണ് നോക്കണം. ഓക്കെ, ഗിരിധർ ആരമന. അതുപോലെ തന്നെ ഹോം സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അജയ് കുമാർ ഭല്ലയാണ്. ഇനി ഫോറിൻ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതിയ അപ്പോയിൻമെൻ്റ് ആണ്, വിക്രം മിശ്രയാണ് നോക്കാം. അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗൗബ. ഈ 4 സെക്രട്ടറിയും അറ്റ്ലീസ്റ്റ് എങ്കിലും അറിയണം. ഡിഫൻസ് ഗിരിധർ ആരമനെയാണ്, ഹോം സെക്രട്ടറി അജയ് കുമാർ ഭല്ല, ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി, ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. അടുത്താണ് ബിറ്റ്വീൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും വേറെ രാജ്യവും തമ്മിലുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മളിവിടെ നോക്കുന്നു. ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് കൊലാബറേഷൻ, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും നേപ്പാളും തമ്മിലാണെന്ന് നോക്കണം. ഓക്കെ, ഓഡിറ്റ് കൊലാബറേഷൻ ഇന്ത്യയും നേപ്പാളും. അതുപോലെ തന്നെ കറൻസി സെറ്റിൽമെൻറ്റ് സിസ്റ്റം എഗ്രിമെൻറ്റ് ഇന്ത്യയും നൈജീരിയയും തമ്മിലാണ് നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ 6G ടൈപ്പ് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും യൂറോപ്പും തമ്മിലാണ് നോക്കാം. ഇനി ഷാർക്ക് ആൻഡ് റേ റിസർച്ച് ഇൻ അറേബ്യൻ സീ ആണെങ്കിൽ ഇന്ത്യയും ഒമാനും തമ്മിലാണെന്ന് നോക്കണം. സോ ഓഡിറ്റ് കൊലാബറേഷൻ നേപ്പാളും തമ്മിൽ, കറൻസി സെറ്റിൽമെൻറ്റ് സിസ്റ്റം എഗ്രിമെൻ്റ് ആണെങ്കിലും നൈജീരിയ തമ്മിൽ, 6G ടൈപ്പ് യൂറോപ്പും തമ്മിൽ, അതുപോലെ ഷാർക്ക് ആൻഡ് റേ റിസർച്ച് ഒമാനും ആയിട്ടാണ് കരാറെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യയുടെ ബന്ധപ്പെട്ട് ചില, അതായത് ഡയറക്റ്റായിട്ട് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്.
250 രൂപ കോയിൻ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ 250 രൂപ കോയിൻ ഇറക്കിയത് കാരണം എന്താ ചോദിച്ചാൽ മസഗോൺ ഡോക്കിൻ്റെ 250-ാം വാർഷികം പ്രമാണിച്ചാണ് 250 രൂപ കോയിൻ ഇറക്കിയിരിക്കുന്നത്. സോ 250 രൂപ കോയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ മസഗോൺ ഡോക്കുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോക്കാം. അടുത്താണ് സെൻറ്റർ ഫോർ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒരു സ്ഥാപനം എത്തിയിട്ടുണ്ട്. അതാണ് IIM അഹമ്മദാബാദ്. റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 410. അടുത്താണ് ഷിങ്കൂല ടണൽ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണെന്ന് നോക്കാം. 17,800 അടി ഉയരത്തിലാണെന്ന് നോക്കാം. സോ ഷിങ്കൂല ടണൽ എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. അടുത്തത് UN കൗണ്ടർ ടെററിസം ഫണ്ടിലേക്ക് ഇന്ത്യ $5 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത്രയാണ് ഇതിൽ നോക്കണ്ടു. UN കൗണ്ടർ ടെററിസം ഫണ്ടിലേക്ക് എത്ര കോടി അല്ലെങ്കിൽ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $5 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അടുത്താണ് മനിലയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ്. ഇന്ത്യയുടെ നേവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൽ INS ഡൽഹി, ശക്തി, അതുപോലെ തന്നെ കിൽത്താൻ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് നോക്കാം. മനിലയിൽ നടക്കുന്ന ഇന്ത്യൻ നേവിയുടെ അതുപോലെ തന്നെ അവിടുത്തെ നേവിയും തമ്മിലുള്ള ഇതിൽ INS ഡൽഹി, അതുപോലെ തന്നെ ശക്തി, കിൽത്താൻ ഈ 3 ഷിപ്പ് പങ്കെടുക്കുന്നുണ്ടെന്ന് നോക്കാം. അടുത്താണ് ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ് കംപ്ലീറ്റ് സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ്. ഓക്കെ, സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് ബഹിരാകാശത്തേക്കുള്ള പോയി തിരിച്ചു വന്ന ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റായിട്ട് കണക്കാക്കുന്ന ഗോപി തോട്ടക്കുറയാണെന്ന് നോക്കാം. അടുത്തതാണ് മേഘാലയയിലെ ഫസ്റ്റ് വുമൺ പോലീസ് DGP ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാശിഷ നോങ്ഗ്രങ് ആണെന്ന് നോക്കാം. ഇതാശിഷ നോങ്ഗ്രങ്. സോ ഇന്ത്യയിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. 250 രൂപ കോയിൻ മസഗോൺ ഡോക്കുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ സെൻറ്റർ ഓഫ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ അഹമ്മദാബാദ് IIM 410 റാങ്ക്, ഷിങ്കുല ടണൽ ഹിമാചൽ പ്രദേശിലാണെന്ന് നോക്കാം. പിന്നെ UN കൗണ്ടർ ടെററിസം ഫണ്ടിലേക്ക് $5 ലക്ഷം, പിന്നെ INS ഡൽഹി, ശക്തി, കിൽത്താൻ ഇവ മനിലയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെന്ന് നോക്കുക. പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ് ഗോപി തോട്ടക്കുറ, പിന്നെ ഫസ്റ്റ് വുമൺ DGP മേഘാലയ ആരെന്ന് ചോദിച്ചാൽ ഇതാശിഷ നോങ്കർ. അടുത്താണ് നോ ജൻജത്ത് ലൈഫ് ഇൻഷുറൻസ് ഫട്ടാഫട്ട് എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത് HDFC ലൈഫ് ഇൻഷുറൻസ് ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഷുവർട്ടി ബോണ്ട് സ്കീം ആരംഭിച്ചത് SBI ജനറൽ ഇൻഷുറൻസ് ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ പ്രഭാവ് പോർട്ടൽ ആരംഭിച്ച ഏത് സ്ഥാപനം ചോദിച്ചാൽ RBI ആണ് നോക്കാം. ഇനി ന്യൂ ഡിവൈസ് ദാറ്റ് മെഷർ വോൾട്ടേജ് വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്, അതായത് ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് വോൾട്ടേജ് തിരിച്ചറിയാൻ പറ്റുന്ന ഡിവൈസ് ഡെവലപ്പ് ചെയ്ത സ്ഥാപനങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ CET ആൻഡ് IIT മദ്രാസ്. ഈ CET എന്ന് പറയുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ്. അവരും IIT മദ്രാസും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് നോക്കാം. അടുത്തത് ഇന്ത്യയുടെ AI മിഷന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് 10,300 കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം. അടുത്താണ് വിരൂപാക്ഷ ടെമ്പിൾ. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഹംപിയിലാണ് നോക്കുക. അപ്പോൾ ഇത് മാത്രം നമുക്ക് ഓർത്തിരുന്നാൽ മതി. അതിനാണ് നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ ഒരു സിംഗിൾ ലൈൻ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ച്, അതുകൊണ്ടാണ് ഒരു മാസത്തെ കുറേ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട സിംഗിൾ ലൈനായി കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തന്നിരിക്കുന്നത്. വിരൂപാക്ഷ ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹംപി, കർണാടകയിലാണ് നോക്കുക. ഇനി അർത്താര സെലിബ്രേറ്റ്സ് ഇന്ത്യൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായിൽ വെച്ചതാണ് നോക്കുക. സോ നോ ജൻജത്ത് ലൈഫ് ഇൻഷുറൻസ് ഫട്ടാഫട്ട് ക്യാമ്പയിൻ ആരംഭിച്ചത് HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ ഷുവർട്ടി ബോണ്ട് സ്കീം ആരംഭിച്ചത് SBI. ഇനി പ്രഭാവ് പോർട്ടലാണെങ്കിലോ RBI ആണ്. ന്യൂ ഡിവൈസ് ദാറ്റ് മെഷർ വോൾട്ടേജ് വിത്തൗട്ട് ടച്ചിങ് ഇറ്റ് CETയും IIT മദ്രാസും. ഇനി AI മിഷന് വേണ്ടിയിട്ട് 10,300 കോടി രൂപയാണ്. വിരൂപാക്ഷ ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹംപിയിലാണ്. ഇനി അർത്താര 24 സെലിബ്രേറ്റ്സ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ദുബായിലാണെന്ന് നോക്കാം. അടുത്താണ് ന്യൂ ഗൈഡ് ലൈൻസ് ഔട്ട്ലൈൻഡ് ബൈ ദ ഡയറക്ടർ ജനറൽ ഫോർ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ഇൻ ദ ഫോഴ്സ്. ദ എയിം ഓഫ് ഇംപ്രൂവിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ BSF. ഓക്കെ, ഇത് വേറൊന്നുമില്ല. അതായത് ഈ നോൺ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് സ്ഥാപനം ചോദിച്ചാൽ BSF ആണെന്ന് നോക്കാം. അടുത്താണ് രുദ്ര M മിസൈൽ. സോ ഇത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുള്ള സ്ഥാപനം ചോദിച്ചാൽ BSF ആണ് നോക്കാം. അടുത്താണ് രുദ്ര M2 മിസൈൽ ഡെവലപ്പ് ചെയ്തത് DRD ആണെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫാമിലി ഫ്രണ്ട്ലി OTT ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസാർ ഭാരതി എന്ന് നോക്കാം. ഓക്കെ, പ്രസാർ ഭാരതി. ഈ അടുത്ത് അത് മാംഗ്രൂവ്സ് ഫോർ റീസെൻ്റ്ലി റേറ്റഡ് ആസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ബൈ IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ
യൂണിയൻ ഫോർ നേച്ചർ കൺസർവേഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് നേച്ചർ. അവർ ഈ അടുത്ത് ഈ മാംഗ്രൂവ്സിനെയൊക്കെ, അതായത് നമുക്കറിയാം കണ്ടൽക്കാടിനെയൊക്കെ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എവിടത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തമിഴ്നാട്ടിലെ, ശ്രീലങ്കയിലത്തെ, പിന്നെ മാൽദീവ്സിലത്തെ ആണെന്നും കൂടി നോക്കാം. പിന്നെ പുതിയ സ്പീഷീസ് ഓഫ് കാറ്റ് ഫിഷിനെ കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിപ്തോത്തോറസ് പുന്യാബ്രട്ടായി എന്നാണ് പേര്. അത് കണ്ടെത്തിയിരിക്കുന്നത് ICAR-ഉം NBFGR ആണെന്ന് നോക്കാം. ഈ NBFGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് എന്നാണ് നോക്കുക. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ ലക്നൌവിലാണ് ആ സ്ഥലം. 1983 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതും കൂടി നോക്കാം. സോ ന്യൂ ഗൈഡ് ലൈൻസ് ഔട്ട്ലൈൻഡ് ബൈ ദ ഡയറക്ടർ ജനറൽ. പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കിയ സ്ഥാപനം ആരാന്ന് ചോദിച്ചാൽ അത് BSF ആണെന്ന് നോക്കാം. ഇനി രുദ്ര M2 മിസൈൽ ഡെവലപ്പ് ചെയ്ത് DRDO ആണെന്ന് നോക്കാം. ഇനി ഫാമിലി ഫ്രണ്ട്ലി OTT ഡെവലപ്പ് ചെയ്ത് പ്രസാർ ഭാരതി ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ മാംഗ്രൂവ്സിനെ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ട് പ്രഖ്യാപിച്ചത് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തമിഴ്നാട്, പിന്നെ ശ്രീലങ്ക, അതുപോലെ തന്നെ മാൽദീവ്സ്. പിന്നെ പുതിയ കാറ്റ് ഫിഷ് ആയിട്ട് കണ്ടെത്തിയിട്ട് ക്ലിപ്തോത്തോറസ് പുന്യാബ്രട്ടായി എവിടെയാണെന്ന് ചോദിച്ചാൽ ICAR-ഉം NBFGR-ഉം കൂടിയാണ് ചേർന്നിട്ടാണെന്ന് നോക്കാം. ഈ NBFGR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ്. ലക്നൌവിലാണ് ആ സ്ഥലം. 1983 എസ്റ്റാബ്ലിഷ് ചെയ്തതും കൂടി നോക്കാം. അടുത്താണ് 23 ഫെറോഷ്യസ് ഡോഗ് ബ്രീഡ്സ് ആഫ്റ്റർ അറ്റാക്ക് വേർ ബാൻഡ് ബൈ. 23 ഡോഗ് ബ്രീഡ്സിനെ ഈ അടുത്ത് ഒരു സംസ്ഥാനം ബാൻ ചെയ്തിരുന്നു. അതിൻ്റെ അക്രമം കാരണം. അതേത് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് വന്ന് നോക്കാം. അടുത്താണ് മേജർ റിലീജിയസ് ടെമ്പിൾ ബോർഡ് ഇൻ കേരള ഹാസ് ഇമ്പോസ്ഡ് എ ബാൻ ഓൺ ദ യൂസ് ഓഫ് ഒലിയാൻഡർ ഫ്ലവേഴ്സ് ഇൻ ടെമ്പിൾ ഓഫറിങ്സ്. അതായത് ഒലിയാൻഡർ ഫ്ലവേഴ്സിൻ്റെ യൂസ് ഇപ്പോൾ കേരളത്തിലെ കുറച്ച് ടെമ്പിൾ ബാൻ ചെയ്തിരുന്നു. ഈ ഒലിയാൻഡർ എന്ന് പറഞ്ഞാൽ അരളി എന്നാണ് കേട്ടോ. ഓക്കെ, അരളിപ്പൂവിൻ്റെ ഇത് ഉപയോഗം ബാൻ ചെയ്തത് അത് എവിടുത്തെ അമ്പലമാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ തന്നെ കേട്ടോ. ഇവിടെ തെറ്റുപറ്റി. ഓക്കെ, എന്തായാലും ഇത് കേരളത്തിലെ ടെമ്പിളിലാണ് ഇത് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്താണ് TCS എസ്റ്റാബ്ലിഷ് യുണീക്ക് ഹ്യൂമൻ സെൻട്രിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറ്റ് എവിടെയാണെന്നാണ് ചോദ്യം. അതായത് TCS ഈ ഹ്യൂമൻ സെൻട്രിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാരീസിലാണ് നോക്കാം. അടുത്താണ് IoT എനാബിൾഡ് വീൽ ചെയർ ഡിവൈസ്, അതായത് റിഹാബ് എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയർ ഡെവലപ്പ് ചെയ്തത് ഏത് സ്ഥാപനം ചോദിച്ചാൽ IIT ബാംഗ്ലൂർ ആണെന്ന് നോക്കാം. IIT ബാംഗ്ലൂരിലെ IIT ബാംഗ്ലൂർ. ആ വീൽ ചെയറിൻ്റെ പേരാണ് റിഹാബ്. ഓക്കെ, അടുത്താണ് 5 ട്രില്യൺ മൈൽ സ്റ്റോണിൽ എത്തുന്ന 5ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണെന്ന് നോക്കാം. അടുത്താണ് ഒപ്റ്റിക്കൽ നാനോ പാറ്റേണിംഗ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തത് IIT ഗുവാഹത്തിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയാണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് കാർഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക കാർഡ് പേയ്മെൻറ്റ്, ലോക ആഗോള കാർഡ് പേയ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റുപ്പയാണെന്ന് നോക്കാം. റുപ്പേ കാർഡ് പേയ്മെൻറ്റ്. ഓക്കെ, 23 ഫെറോഷ്യസ് ഡോഗിനെ ബാൻ ചെയ്ത് തമിഴ്നാടാണ്. അരളിപ്പൂ നിരോധിച്ച് കേരളമാണ്. അതുപോലെ തന്നെ TCS ഹ്യൂമൻ സെൻട്രിക് എസ്റ്റാബ്ലിഷ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാരീസിലാണ്. ഇനി വീൽ ചെയർ റിഹാബ് ഡെവലപ്പ് ചെയ്തത് IIT ബാംഗ്ലൂരാന്ന് നോക്കാം. ഇനി $5 ട്രില്യൺ എത്തുന്ന രാജ്യം ഇന്ത്യ. അടുത്താണ് ഒപ്റ്റിക്കൽ നാനോ പാറ്റേണിംഗ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഗുവാഹത്തി IIT-യും കൊളംബിയ യൂണിവേഴ്സിറ്റിയാന്ന് നോക്കാം. ഇനി ഇന്ത്യയുടെ ലോകത്തെ ആദ്യത്തെ വേൾഡ് കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ റുപ്പയാണെന്ന് നോക്കാം. അടുത്താണ് ഒരു കേസിനെ പറ്റിയാണ്. 1978 രംഗനാഥ റെഡ്ഡി കേസ്. ഓക്കെ, രംഗനാഥ റെഡ്ഡി കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കമ്മ്യൂണിറ്റി റിസോഴ്സസ്. കമ്മ്യൂണിറ്റി റിസോഴ്സിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉൾപ്പെട്ടില്ല എന്ന് പറയുന്ന കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 രംഗനാഥ റെഡ്ഡി കേസാണ് നോക്കുക. അത് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ 39B ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 39B ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് തന്നു മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഇതൊക്കെ ചോദിച്ചാൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 1978 രംഗനാഥ റെഡ്ഡി കേസ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 39B ആണെന്ന് നോക്കാം. അടുത്താണ് സ്പീച്ച് ടെക്നോളജി ടു ജനറേറ്റ് ഹ്യൂമൻ സ്പീച്ച് സിഗ്നൽസ് ഡയറക്ട്ലി ഫ്രം ദ വോക്കൽ കോഡ് വൈബ്രേഷൻ സിഗ്നൽ. നമ്മുടെ തൊണ്ട അവിടെ നിന്ന് ആ വൈബ്രേഷൻ കൊണ്ട് തന്നെ നമുക്ക് സ്പീച്ച് സിഗ്നൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് IIT ഗുവാഹത്തിയാണ്. ഡിവൈസിൻ്റെ പേരാണ് LOQU.
ലോക്കു. ഓക്കെ, അടുത്താണ് പഴയ ഒരു എക്സ്പ്ലോസീവ് ആക്ട് ഉണ്ട്, എക്സ്പ്ലോസീവ് ആക്ട് 1884, ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള. അത് ഇപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ട്, അതിനൊരു ഡ്രാഫ്റ്റ് കൂടി കൊണ്ടുവരുന്നുണ്ട് നോക്കാം. സോ 3 കാര്യമാണ് ഇതിൽ. ഒന്ന്, രംഗനാഥ റെഡ്ഡി കേസ് 1978 ആണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്നാണ് ഇത് പറയുന്നത്. അത് ആർട്ടിക്കിൾ 39B ആണെന്നും കൂടി നോക്കാം. ഇനി അടുത്താണ് തൊണ്ടയുടെ വോക്കൽ അറക്കത്തിൽ നിന്ന് തന്നെ നമുക്കൊരു സ്പീച്ച് ഡെവലപ്പ് ചെയ്ത സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ IIT ഗുവാഹത്തിയാണ്. LOQU എന്നാണ്, ലോക്കു ആണ് അതിൻ്റെ പേര്. അടുത്താണ് ഡ്രാഫ്റ്റ് എക്സ്പ്ലോസീവ് ബില്ല് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. ഏതിന് പകരമായിട്ടാണെന്ന് ചോദിച്ചാൽ എക്സ്പ്ലോസീവ് ആക്ട് 1884. ആ ആക്ട് നോക്കി നോക്കുക, എക്സ്പ്ലോസീവ് ആക്ട് 1884. അടുത്താണ് ഡ്രോൺ ദീദി മിഷൻ. ഈ ഡ്രോൺ ദീദി മിഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഇത് തന്നെ നമുക്ക് മനസ്സിലാവും. ഡ്രോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വനിതകളെ സഹായിക്കുക. ഓക്കെ, വനിതകളെ കൊണ്ട് ഡ്രോൺ ഉപയോഗം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡ്രോൺ ദീദി സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. വനിതകളെ ഡ്രോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. അത് ഏത് മേഖലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ യൂസിന് വേണ്ടിയിട്ടാണെന്ന് നോക്കാം. ഇത് ചെയ്യുന്ന സ്ഥാപനം മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പും അതുപോലെ തന്നെ മഹീന്ദ്രയും കൂടി ചേർന്നിട്ടാണെന്ന് നോക്കുക. സോ ഡ്രോൺ ദീദി എന്തിനാന്ന് ചോദിച്ചാൽ വനിതകളെ ഡ്രോൺ ഉപയോഗം പഠിപ്പിക്കുകയാണ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റും മഹീന്ദ്രയും കൂടി ചേർന്നിട്ടാണെന്ന് നോക്കാം. അടുത്താണ് വേൾഡ്സ് ഫസ്റ്റ് റോക്കറ്റ് പവേർഡ് ബൈ ദ ഫുള്ളി 3D പ്രിൻറ്റഡ് എൻജിൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് എൻജിൻ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയാണ്. അതിൻ്റെ പേരാണ് അഗ്നികുൾ സോർട്ടഡ്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്ത സ്ഥാപനം അഗ്നികുൾ കോസ്മോസ് ആണ്. അതിൻ്റെ ലോഞ്ച് പാഡിൻ്റെ പേരാണ് ധനുഷ്. ഇതെന്നാ ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ മെയ് 30, 2024. സോ ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് എൻജിൻ അഗ്നികുൾ കോസ്മോസ് ആണ് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ പേരാണ് അഗ്നികുൾ സോർട്ടഡ്. മെയ് 30 അത് വിക്ഷേപിച്ചത്. ധനുഷാണ് അതിൻ്റെ ലോഞ്ച് പാഡിൻ്റെ കൂടി പേര്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത മേഖലയാണ് വെന്യൂസ്. നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത മേഖല. സോ ഈ വെന്യൂസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, 46th അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. ഓക്കെ, ATCM എന്ന് പറയും. സോ 46th അന്റാർട്ടിക് ട്രീറ്റി മീറ്റിംഗ് എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് നോക്കാം. അതേപോലെ തന്നെ കൊച്ചിയിൽ 26th മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഫോർ ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, ഓക്കെ, CEP 26 എവിടെ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് നോക്കാം. സോ അന്റാർട്ടിക് ട്രീറ്റി 46th അന്റാർട്ടിക് ട്രീറ്റി കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. അതുപോലെ തന്നെ 26th എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ട്രീറ്റി എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണെന്ന് കൂടി നോക്കാം. അടുത്താണ് സെക്കൻഡ് സെഷൻ ഓഫ് ദ ഇന്ത്യ നൈജീരിയ ജോയിൻറ്റ് ട്രേഡ് എവിടെ വെച്ചാണ് നടന്നതെന്ന് വെച്ചാൽ അബൂജയിലാണെന്ന് നോക്കാം. നൈജീരിയയിലെ തലസ്ഥാനമാണ് അബൂജ. അടുത്താണ് 26th ASEAN 26 ASEAN ഇന്ത്യ സീനിയർ ഒഫീഷ്യൽസ് മീറ്റിംഗ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണെന്ന് നോക്കാം. അടുത്താണ് 19th സെഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻ ഫോറം ഓൺ ഫോറസ്റ്റ് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലാണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസാണ് എക്സസൈസ് ശക്തി. അത് എവിടെ വെച്ചാണ് നടത്തിയെന്ന് ചോദിച്ചാൽ ഉംറോയി ആണെന്ന് നോക്കാം. മേഘാലയയിലാണ് ഉംറോയി. സോ 7th മിലിറ്ററി എക്സസൈസ് ശക്തി നടത്തിയത് ഉംറോയിൽ വെച്ചിട്ട്. അടുത്താണ് സ്കിൽ ഇന്ത്യ 2024 നാഷൻസ് ലാർജസ്റ്റ് സ്കിൽ കോമ്പറ്റീഷനാണ് സ്കിൽ ഇന്ത്യ 2024 എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. അടുത്താണ് ഒരു 3 day മിലിറ്ററി എക്സസൈസ് ഉണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ. അതിൻ്റെ പേരാണ് ഗഗൻ സ്ട്രൈക്ക് 2. അത് എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണെന്ന് നോക്കാം. അടുത്താണ് ഫസ്റ്റ് സബ്മിറ്റ് ഓൺ ക്ലീൻ കുക്കിംഗ് ഇൻ ആഫ്രിക്ക. ക്ലീൻ കുക്കിംഗ് ഇൻ ആഫ്രിക്ക എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ പാരീസിൽ വെച്ചാണ് നടത്തിയത്. അടുത്താണ് കാസ സമ്മിറ്റ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ സാംബിയയിലാണ് നോക്കുക. ഇതൊക്കെ എവിടെ വെച്ചാൽ നടന്നു എന്നുള്ളതാണ് ഈ പൊതുവായിട്ട് ചോദിക്കാനുള്ള ചോദ്യം വരിക. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓർക്കേണ്ടതെന്ന് ചോദിച്ചാൽ 46th അന്റാർട്ടിക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് കൊച്ചിയിൽ, 26th എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മീറ്റിംഗ് കൊച്ചിയിൽ, ഇനി ആസിയാൻ ഇന്ത്യ മീറ്റിംഗ് ആണെങ്കിലോ ന്യൂഡൽഹിയിലാണ്. ഇനി യുണൈറ്റഡ് നാഷൻസ് ഫോറം ഓൺ ഫോറസ്റ്റ് 19th, ഓക്കെ, അതും കൂടി നോക്കാം. 19th മീറ്റിംഗ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്കിലാണ് നോക്കുക. ഇനി ഇന്ത്യൻ നൈജീരിയ മീറ്റിംഗ് ആണെങ്കിലോ നൈജീരിയൻ്റെ ഭാഗമായിട്ടുള്ള അബൂജയിലാണ് നോക്കുക. ഇനി എക്സസൈസ് ശക്തി ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് 7th ഉംറോയിൽ വെച്ച് നടന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യ സ്കിൽ മീറ്റിംഗ് അതൊക്കെ ഇന്ത്യയിലാണല്ലോ, അതുകൊണ്ട് തന്നെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിലാണ് നോക്കുക. അടുത്താണ് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗാണ് ഗഗൻ സ്ട്രൈക്ക് 2. അത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ് നോക്കുക. പിന്നെ ക്ലീൻ കുക്കിംഗ് ഓൺ ആഫ്രിക്ക പാരീസിൽ വെച്ചാണ്. കാസ സമ്മിറ്റ് സാംബിയയിൽ വെച്ചാണെന്നും കൂടി നോക്കാം.
ഇതാണ് 26ാമത്തെ ആസിയാൻ ഇന്ത്യ മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹി. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇനി ഈ ആസിയാനിൽ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അറിയണം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ. ഇനി ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഓക്കെ, സോ ഈ ഇന്ത്യൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മ്യാൻമാർ വരട്ടെ. ഓക്കെ, മ്യാൻമാർ, അതുപോലെ തന്നെ തായ്ലാൻഡ്, പിന്നെ കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, ബ്രൂണൈ, പിന്നെ നമുക്ക് കേട്ടുപരിചയമുള്ള മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, പിന്നെ ഫിലിപ്പൈൻസ്. ഇങ്ങനെ ഈ 10 രാജ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് നോക്കുക. ഓക്കെ, മ്യാൻമാർ, തായ്ലാൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, ബ്രൂണൈ, പിന്നെ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്. സോ ഇത് ഓർത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് നമ്മൾ കൊണ്ടുവന്നത്. അടുത്താണ് 3ാമത്തെ ഭാഗമാണ് നമ്മൾ മിഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ Chang'e-6 ചൈനേൻ്റെ മിഷനാണ്. അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ലൂണാർ, മൂണിലേക്കുള്ള ചൈനേൻ്റെ മിഷൻ്റെ പേരാണ് Chang'e-6. അടുത്താണ് പാകിസ്ഥാൻ്റെ മൂണിലേക്കുള്ള മിഷൻ്റെ പേരാണ് iCube-Q. പിന്നെ ഇന്ത്യ ഇസ്രായേലിൽ നിന്നും മേടിക്കുന്ന ഒരു ഡ്രോൺ ഉണ്ട്. അതിൻ്റെ പേരാണ് ഹെർമസ് 900 സ്റ്റാർലൈനർ. ഓക്കെ, ഹെർമസ് 900 സ്റ്റാർലൈനർ, അല്ലെങ്കിൽ ദൃഷ്ടി 10 എന്നും കൂടി ഇത് അറിയും. അടുത്താണ് റഷ്യയിൽ നിന്നും മേടിക്കുന്ന മിസൈലിൻ്റെ പേരാണ് ഇഗ്ല-S. ഓക്കെ, ഇത് സർഫസ് ടു എയർ മിസൈലാണെന്നും കൂടി നോക്കാം, ഇഗ്ല-S. സോ ഇത് ചോദിക്കുക, ഈ ഇഗ്ല-S മിസൈൽ ഏത് രാജ്യത്തിൽ നിന്നാണ് മേടിക്കുന്നതാണ് ചോദ്യം. സോ റഷ്യയിൽ നിന്നാണ് നോക്കുക. ഇനി ഹെർമസ് 900 സ്റ്റാർലൈനർ അല്ലെങ്കിൽ ദൃഷ്ടി എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഇസ്രായേലിനാണെന്ന് നോക്കാം. ഈ ഫത്ത 2, അതുപോലെ തന്നെ ഗസബ്, ഇതൊക്കെ ആരുടെ റോക്കറ്റാന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ്റെ ആണ് നോക്കുക. അടുത്താണ് പ്രീ ഫയർ. അതായത് ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റം പഠിക്കാൻ വേണ്ടിയിട്ട് നാസ വിക്ഷേപിച്ചാണ് ഈ പ്രീ ഫയർ. ഈ പ്രീ ഫയറിൻ്റെ ഫുൾ ഫോം ഓർക്കണം, അറിയണം. പോളാർ റേഡിയൻ്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. മെയ് 25-നാണ് വിക്ഷേപിച്ചതെന്ന് നോക്കുക. അതേപോലെ തന്നെ നാസ വിക്ഷേപിച്ച വേറെ ഒരെണ്ണമാണ് മഗല്ലൻ. അത് എന്തിനു വേണ്ടിച്ചാണ്? വീനസിനെ കുറിച്ച് പഠിക്കാനാണ് നോക്കുക. ഓക്കെ, അടുത്തതാണ് ഒസിറിസ് അപ്പെക്സ്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ചേഞ്ച്, ആസ്ട്രോയിഡ് ഒപ്പോഫിസിൻ്റെ എന്ന് പറയുന്ന ആസ്ട്രോയിഡിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചാണ് ഒസിറിസ് അപ്പെക്സ്. സോ മൂണിനെ കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ചാണ് Chang'e-6. പാകിസ്ഥാൻ്റെ ആണെങ്കിൽ iCube-Q. ഇനി ഇസ്രയേലിൽ നിന്നും ഇന്ത്യ മേടിക്കുന്നതാണ് ഹെർമസ് 900 സ്റ്റാർലൈനർ, അല്ലെങ്കിൽ ഡ്രോൺ ദൃഷ്ടി 10 എന്ന് പറയും. പിന്നെ ഇഗ്ല-S മിസൈൽ റഷ്യയിൽ നിന്നും മേടിക്കുന്നതാണ് സർഫസ് ടു എയർ മിസൈലാണ്. ഇനി പാകിസ്ഥാൻ്റെ സൈഡിലുള്ള മിസൈൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഫത്ത ഉണ്ട്, അതുപോലെ തന്നെ ഗസാബും ഉണ്ട്. ഇനി നാസ വിക്ഷേപിച്ചാണ് ക്ലൈമറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പ്രിഫയർ. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ പോളാർ റേഡിയൻ്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെൻറ്റ് മെയ് 25-നാണ് വിക്ഷേപിച്ചതെന്ന് നോക്കാം. പിന്നെ വീനസിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചാണ് മഗല്ലൻ. അതുപോലെ തന്നെ ഒസിറിസ് അപ്പെക്സ് നാസ വിക്ഷേപിച്ചാണ് ഒപ്പോഫിസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടി നോക്കാം. ഇത്രയേ ഉള്ളൂ ഈ മിഷനെ കുറിച്ച്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നതാണ് 4ാമത്തെ ഭാഗമായിട്ടുള്ള ഫുൾ ഫോംസ്. ഫുൾ ഫോംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന എക്സാമുകൾക്കൊക്കെ ഈ ഫുൾ ഫോംസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യത്തേതാണ് ACTCM. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അമ്യൂണിഷൻ കം ടോർപീഡോ കം മിസൈൽ. ഓക്കെ, അതാണ് ACTCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്യൂണിഷൻ കം ടോർപീഡോ കം മിസൈൽ ബാർജസ്. അങ്ങനെ ഒരു മിസൈലാണ് LSAM-20. ഓക്കെ, LSAM-20. അടുത്താണ് NIAC. അതിൻ്റെ ഫുൾ ഫോം എന്താ വെച്ച് കഴിഞ്ഞാൽ നാസാസ് ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്. നാസാസ് ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്. അടുത്താണ് ഭീഷ്മ. അതിൻ്റെ ഫുൾ ഫോം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്. ഓക്കെ, ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആണ് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് ഡെവലപ്പ് ചെയ്ത ഭീഷ്മ, ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ ദ സഹയോഗ് ഹിത ആൻഡ് മൈത്രി. അടുത്താണ് പ്രിഫയർ. നമ്മളിപ്പോൾ പറഞ്ഞു പോളാർ റേഡിയൻ എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെൻറ്റ്. പിന്നെ കവലോങ്ക സാംബസി ട്രാൻസ് ഫ്രോണ്ടിയർ കൺസർവേഷൻ ഏരിയ. ഇത് കാസ, നമ്മളതിൽ പറഞ്ഞിരുന്നു, കാസ മീറ്റിംഗ് സാമ്പിയയിൽ വെച്ചിട്ടാണ്. അത്രയേ ഉള്ളൂ. കവാങ്കോ സാംബസി ട്രാൻസ് ഫ്രോണ്ടിയർ കൺസർവേഷൻ ഏരിയ. സോ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി ഈ 4 നമ്മൾ നോക്കുക. ACTCM എന്ന് പറയുന്നത് അമ്യൂണിഷൻ കം ടോർപീഡോ കം മിസൈൽ. ഇനി NIAC ആണെങ്കിലോ നാസാസ് ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്. ഭീഷ്മാണ് ഭാരത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിരിക്കുക. ഭാരത്
ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ ദ സഹയോഗ് ഹിത ആൻഡ് മൈത്രി. ഇനി പ്രിഫയർ ആണെങ്കിലോ പോളാർ റേഡിയൻ്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെൻറ്റ്. അടുത്താണ് നമ്മൾ വേൾഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 5ാമത്തെ മേഖലയായിട്ടാണ് പോകുന്നത്. സോ അതിൽ ഇപ്പോൾ നമുക്ക് പറയാം, പാലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച കുറച്ച് രാജ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്പെയിന്, അതുപോലെ തന്നെ നോർവേ, അയർലാൻഡ്. ഓർത്തിരിക്കണം, സ്പെയിന്, നോർവേ ആൻഡ് അയർലാൻഡ്. അതുകൂടാതെ ഇപ്പോൾ വേറൊരു രാജ്യം കൂടി വന്നിട്ടുണ്ട്, സ്ലോവാക്യ എന്ന് പറഞ്ഞിട്ട്. സോ ഇതിപ്പോൾ നോക്കി, ഇത് മെയിൽ ഈ 3 രാജ്യമാണ് അംഗീകരിച്ചിട്ടുള്ളത്: സ്പെയിന്, നോർവേ, അയർലാൻഡ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബേർഡ് ഫ്ലൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ചെയ്ത് മനുഷ്യർക്ക് ഈ കേസ് ബേർഡ് ഫ്ലൂ ബാധിച്ചതായിട്ട് ബന്ധപ്പെട്ട കേസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിലാണ് നടന്നതെന്ന് ചോദിക്കാം. അടുത്താണ് WBC ഇന്ത്യ ക്രൂസർ വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ചന്ദ്രു ആണെന്ന് നോക്കാം, ചന്ദ്രുജി. ഇനി വെയ്റ്റ്സ് ഗ്ലേസിയർ അല്ലെങ്കിൽ ഡൂം സ്റ്റേ ഗ്ലേസിയർ എവിടെയാണെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലാക്ക് ആസ്ട്രോണറ്റ് ആരാന്ന് ചോദിച്ചാൽ സ്പേസിലേക്ക് പോയ ആൾ ആരാന്ന് ചോദിച്ചാൽ എഡ് ഡ്വൈറ്റ് ആണെന്ന് നോക്കാം, എഡ് ഡ്വൈറ്റ്. ഇനി സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾക്ക് ചെറുക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ ആണെന്ന് നോക്കാം. സോ പാലസ്തീന ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച് നോർവേ, അയർലൻഡ് ആൻഡ് സ്വീഡൻ, സ്പെയിന്. ഓക്കെ, സ്പെയിന്, നോർവേ, അയർലൻഡ്. ഇനി ആദ്യത്തെ ബേർഡ് ഫ്ലൂ കേസ് റിപ്പോർട്ട് ചെയ്ത് ഓസ്ട്രേലിയയിലാണെന്ന് നോക്കാം. WBC ഇന്ത്യ ക്രൂസർ വെയിറ്റ് ആയത് ചന്ദ്രു ആണ്. ത്വൈറ്റ്സ് ഗ്ലേസിയർ അല്ലെങ്കിൽ ഡൂംസ് ഡേ ഗ്ലേസിയർ എവിടെയാണെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയിലാണെന്ന് നോക്കാം. ഇനി ബ്ലാക്ക് ആസ്ട്രോണറ്റ് സ്പേസിലെത്തിയത് ഡ്വൈറ്റ് ആണെന്ന് നോക്കാം. സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് ഒരു നിയമം പാസ്സാക്കിയത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് കൂടി നോക്കാം. അടുത്താണ് മോസ്റ്റ് നമ്പർ ഓഫ് ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺസ് റിപ്പോർട്ടഡ് ഇൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷട്ട് ഡൗൺസ് കൂടുതലുണ്ടായിട്ടുള്ള ഇന്ത്യയിലാണ് നോക്കുക. അടുത്താണ് ഓട്ടോ മോഡ് സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ബൈ ഏത് സ്ഥാപനം ചോദിച്ചാൽ EPF നോക്കുക, പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അടുത്താണ് ഫസ്റ്റ് മോഡേൺ കൺട്രി ടു ലൂസ് ഓൾ ഈസ് ഗ്ലേസിയർ ഏതാണെന്ന് ചോദിച്ചാൽ വെനുസ്വേലയാണ്. ഓക്കെ, വെനുസ്വേല. അതേപോലെ തന്നെ 1.5 ബില്യൺ ഇയേഴ്സ് ഓൾഡ് വൈറസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്കയിലാണ് നോക്കാം. ഈ സുൽത്താന സ്ട്രീം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ആരാന്ന് ചോദിച്ചാൽ ബീഗം ഹുസൈൻ ആണെന്ന് നോക്കാം, ബീഗം ഷക്കാവത്ത് ഹുസൈൻ. അതുപോലെ തന്നെ ഫസ്റ്റ് കമ്പനി ഈ അദാനീൻ്റെ സെൻസസിൽ രേഖപ്പെടുത്താൻ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ അദാനീൻ്റെ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ആപ്സസ് ആണ് നോക്കുക, അതായത് അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അടുത്താണ് സീരിയസ് കൊറോണ ഔട്ട്ബ്രേക്ക് ഇപ്പോൾ ഉണ്ടായി എവിടെയെന്ന് ചോദിച്ചാൽ കെനിയയിലാണ് നോക്കുക. സോ ഇത്രയാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ള. ഒന്ന്, ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേസ് ഇന്ത്യയിലാണ്. ഓട്ടോ മോഡ് സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് EPF ആണ്. എല്ലാ ഗ്ലേസിയറും നഷ്ടപ്പെട്ട ആദ്യ രാജ്യം വെനുസ്വേല. 1.5 ബില്യൺ ഇയർ ഓൾഡ് വൈറസ് കണ്ടെത്തി എവിടെയെന്ന് ചോദിച്ചാൽ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. സുൽത്താന ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ചെയ്ത് ബീഗം ഷക്കാവത്ത് ഹുസൈനാണ്. അദാനീൻ്റെ ആദ്യമായിട്ട് സെൻസെക്സിൽ ജോയിൻ ചെയ്യുന്ന കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അപ്സെറ്റ്സ് ആണെന്ന് നോക്കുക. കോളറ ഇപ്പോൾ അടുത്ത് കണ്ടെത്തിയ ഔട്ട്ബ്രേക്ക് എവിടെ ഉണ്ടായെന്ന് ചോദിച്ചാൽ കെനിയയിലാണെന്ന് കൂടി നോക്കാം. അടുത്താണ് വേൾഡ്സ് ന്യൂവസ്റ്റ് ആൻഡ് ഗോൾഡ് ബാക്ക്ഡ് കറൻസി. ഇപ്പോൾ പുതിയതായിട്ട് ഗോൾഡ് ബേസ്ഡ് ഒരു കറൻസി കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സിഗ്, അതായത് സിംബാബ്വെ ഗോൾഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സിംബാബ്വെ ഗോൾഡ് എന്നാണ് അതിൻ്റെ ചുരുക്കമായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. സോ സിഗ് ആണ് ആ കറൻസി, സിംബാബ്വെ ആണ് ഇത് കൊണ്ടുവന്നത് നോക്കുക. അടുത്താണ് ഡൈവേഴ്സ്ഡ് ബിൽ ഇപ്പോൾ ഈ അടുത്ത് പാസ്സാക്കി, അത് ഏതെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ് നോക്കുക. കാരണം ഇവിടെ ഇതുവരെ അത് റോമൻ മറ്റേ കാത്തോലിക്സ് ക്രിസ്ത്യൻസ് കൂടുതലുള്ളതാണ്. അവരതുകൊണ്ട് തന്നെ ഈ ഈ ഡൈവേഴ്സും കാര്യങ്ങളൊന്നും അവർ തീരെ അംഗീകരിക്കാത്തതായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ബില്ലും കൂടി അവർ പാസ്സാക്കി, അതാണ് ഫിലിപ്പൈൻസ്. അടുത്താണ് 1 person 1 file സർവൈലൻസ് കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ് നോക്കുക. ന്യൂ ഹെർബിവോറസ് ഡൈനോസർ ചക്സിസോറസ് നെക്കുൽ അതെവിടെയാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ പാറ്റഗോണിയയിലാണ് നോക്കുക. ഫസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് 2D ഗോൾഡ് ഷീറ്റ്, അത് അതിൻ്റെ പേരാണ് ഗോൾഡി. ഓക്കെ, ന്യൂ COVID-19 വേരിയൻറ്റ് കണ്ടെത്തി, അതിൻ്റെ പേരാണ് ഒമിക്രോൺ JN1 ലൈനേജ്. ഓക്കെ, ഒമിക്രോൺ JN1 ലൈനേജ് അല്ലെങ്കിൽ ഫ്ലർട്ട് എന്നും കൂടി അറിയപ്പെടും. സോ പുതിയ ഗോൾഡ് ബാക്ക് കറൻസി കൊണ്ടുവന്ന രാജ്യം സിംബാബ്വെയാണ്, സിഗ്. പിന്നെ ഡൈവേഴ്സ് ബില്ല് കൊണ്ടുവന്ന ഫിലിപ്പൈൻസ്. 1 person 1 file ചൈന. ചക്കിസോറസ് നെക്കുൾ കണ്ടെത്തിയത് പാറ്റഗോണിയ. അടുത്ത ഫസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് 2D ഗോൾഡ് ഷീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഡിനാണ്. കൊറോണ വൈറസ് പുതിയതായിട്ട് കോവിഡ് വേരിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ JN1 ആണ് ലൈനേജ്.
അല്ലെങ്കിൽ ഫ്ലിർട്ട് എന്നും കൂടി അറിയപ്പെടുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1+1=5 കൊണ്ടുവന്ന് ചൈനയാണ്. ചക്സിസോറസ് നെക്കുൾ കണ്ടെത്തിയത് പാറ്റഗോണിയ. അല്ലാണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ കാണാൻ പാഠം പഠിക്കേണ്ട, ആ പോയിന്റ് മാത്രം നോക്കുക. അടുത്താണ് പാർലൻ പാസ് എ കോൺട്രവേഴ്ഷ്യൽ ഫോറിൻ ഏജൻസ് ബിൽ. ഈ ഫോറിൻ ഏജൻസ് ബില്ല് പാസ്സാക്കിയ രാജ്യം ജോർജിയ ആണെന്ന് നോക്കാം. ഓക്കെ, ഫോറിൻ ഏജൻസ് ബിൽ ജോർജിയ. അടുത്താണ് റഷ്യ ഇസ് ക്ലെയിംഡ് ടു ഹാവ് ഡിസ്കവേർഡ് എ മാസീവ് ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സ് ഇൻ. റഷ്യ ഇപ്പോൾ ഈ അടുത്തൊരു ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സ് കണ്ടെത്തി. എവിടെയെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് അന്റാർട്ടിക്കൻ ടെറിട്ടറിയിലാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് അന്റാർട്ടിക്കൻ ടെറിട്ടറി. അടുത്താണ് ലോങ് ടേം ഗെയിമിംഗ് വിസ കൊണ്ടുവന്ന രാജ്യം ദുബായ് ആണെന്ന് നോക്കാം. രാജ്യമല്ല, നമുക്കറിയാം UAE-യിലുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണെന്ന് നോക്കുക. സോ ലോങ് ടേം ഗെയിമിംഗ് വിസ കൊണ്ടുവന്നത് ദുബായ് ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ 10 years ഓഫ് ബ്ലൂ റെസിഡൻസി വിസ. ഓക്കെ, ബ്ലൂ റെസിഡൻസി വിസ അത് ആർക്കാണെന്ന് ചോദിച്ചാൽ എൻവയോൺമെൻറ്റലിസ്റ്റിന്, അതായത് ഈ പ്രകൃതി സ്നേഹികളില്ല അവർക്ക് വേണ്ടിയിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ബ്ലൂ റെസിഡൻസി വിസ കൊണ്ടുവന്നത് UAE ആണെന്ന് നോക്കുക. അതേപോലെ 7000 വർഷം 7000 years ഓൾഡ് പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെൻറ്റ് താമസ സ്ഥലം കണ്ടെത്തി. അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർബിയയിലാണെന്ന് നോക്കാം. ഇനി ആമസോൺസ് സെൽഫ് ഡ്രൈവിംഗ് റോബോട്ട് ക്യാബ് ഉണ്ട്, അതിൻ്റെ പേരാണ് സൂക്സ്. ഓക്കെ, സോ ഫോറിൻ ഏജൻസ് ബില്ല് ജോർജിയ. ഓയിൽ ഗ്യാസ് ഫീൽഡ് കണ്ടെത്തി എവിടെയെന്ന് ചോദിച്ചാൽ ബാറ്റാണ്, അതായത് ബ്രിട്ടീഷ് അന്റാർട്ടിക് ടെറിട്ടറി. പിന്നെ ഗെയിമിംഗ് വിസ കൊണ്ടുവരുന്നത് ദുബായ് ആണ്. ബ്ലൂ റെസിഡൻസി വിസ അത് എൻവയോൺമെൻറ്റലിസ്റ്റിന് വേണ്ടിയിട്ട് UAE ആണ് കൊണ്ടുവന്നത്. ഇനി പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെൻറ്റ് 7000 വർഷമുള്ള സെർബിയയിലാണ് കണ്ടെത്തിയെന്ന് നോക്കാം. അതുപോലെ തന്നെ ആമസോണിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് റോബോട്ട് ക്യാബ് ഏതാണെന്ന് ചോദിച്ചാൽ സൂക്സ് ആണെന്ന് നോക്കാം. അടുത്താണ് ലീഡേഴ്സ് ഓഫ് ദ G7 ഹാവ് റീസെൻ്റ്ലി കെപ്റ്റ് ദ വേർഡ് ടു റീച്ച് നെറ്റ് സീറോ എമിഷൻ ബൈ 2050. 2050 ഈ എമിഷൻ സീറോ ആക്കണം എന്ന് G7 തീരുമാനിച്ചത് ഏത് വർഷത്തേക്കാണെന്ന് ചോദിച്ചാൽ 2050. അടുത്താണ് എ ലോ സൂട്ട് അഗെയിൻസ്റ്റ് OpenGI ഫോർ യൂസിങ് യുവർ വേഴ്സ് വിതൗട്ട് പെർമിഷൻ. അതായത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ വോയിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന് ഒരു കേസ് കൊടുത്ത വ്യക്തിൻ്റെ പേരാണ് സ്കാർലെറ്റ് ജോൺസൺ. ഓക്കെ, സ്കാർലെറ്റ് ജോൺസൺ. അടുത്താണ് ആർട്ടിക് ഓഷനിൽ ഉള്ള ഒരു ഐലൻഡാണ് വാൽബാർട്ട് ഐലൻഡ്. ഓക്കെ, വാൽബാർട്ട് ഐലൻഡ്. അതേപോലെ തന്നെ മൗണ്ട് ഇബു എവിടെയെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയിലാണ്. മൗണ്ട് നിംറട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ടർക്കിയിലാണ്. ബാറ്റഗൈക്ക ക്രേറ്റർ എവിടെയെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. അതുപോലെ തന്നെ യാന അപ്ലാൻസ് എവിടെയെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമുക്ക് ഓർത്തിരുന്നാൽ മതി. സോ G7 ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞു 2050 നെറ്റ് സീറോ ആവുമെന്ന് പറഞ്ഞു. ഇനി OpenAIക്കെതിരെ കേസ് പോയത് സ്കാർലെറ്റ് ജോൺസൺ ആണെന്ന് നോക്കാം. ഇനി വാൽബർട്ട് ഐലൻഡ് എവിടെയെന്ന് ചോദിച്ചാൽ ആർട്ടിക് ഓഷനിലാണ്. മൗണ്ട് ഇബു ഇന്തോനേഷ്യ. മൗണ്ട് നിംറട്ട് ടർക്കി. ബാറ്റഗൈക്ക ഓക്കെ ബാറ്റഗൈക്ക ക്രേറ്റർ റഷ്യയിലാണ്. യാന അപ്ലാൻസും റഷ്യയിലാണ് നോക്കുക. അടുത്താണ് യുനെസ്കോസ് മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ. ഇപ്പോൾ ഈ അടുത്ത് വന്നാണ് യുനെസ്കോസ് മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട്. ഒന്ന് രാമചരിതമാനസ് ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചതന്ത്ര, പിന്നെ സഹദ്രയോഗ ലോചന. ഓക്കെ, രാമചരിത്രമാനസ്, പഞ്ചതന്ത്ര, അതുപോലെ തന്നെ സഹൃദയോഗ ലോചനയാണെന്ന് കൂടി നോക്കാം. അടുത്താണ് AI പവേർഡ് ഡിജിറ്റൽ സ്പോക്സ് പേഴ്സൺ ഫോർ ഫോറിൻ മിനിസ്ട്രി. അതായത് ഫോറിൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം സ്പോക്സ് പേഴ്സൺ എന്ന് പറയില്ല, അവർക്ക് വേണ്ടിയിട്ട് മീഡിയേൻ്റെ മുമ്പിൽ വന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ, അതായത് നമുക്കറിയാം റോബോട്ടിക്. സോ അങ്ങനെ ഒരു AI പവേർഡ് ഇത് കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉക്രൈനാണ്. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വിക്ടോറിയ ശ്രീ. പിന്നെ വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ എവിടെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ മെക്സിക്കോയിലാണ്. താംജ ആണെന്ന് നോക്കുക. ചെത്തുമാൽ ബേയും ഇവിടെ തന്നെയാണെന്ന് നോക്കുക, ചെത്തുമാൽ ബേ. അടുത്താണ് പാലസ്തീൻ UN മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് വോട്ടെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 143 പേര് ഇതിനെ അംഗീകരിച്ചു. ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്തു. ഇതിനെ എതിർത്ത 9 രാജ്യങ്ങൾ, അതിൽ US-ഉം ഇസ്രയേലും പെടുന്നുണ്ട് നോക്കുക. 25 പേര് അതിലൊന്നും പങ്കെടുക്കാണ്ടിരുന്നു. ഓക്കെ, സോ AI പവേർഡ് സ്പോക്സ് പേഴ്സണെ കൊണ്ടുവന്നത് ഉക്രൈനാണ്. വിക്ടോറിയ സി എന്നാണ് ഇതിൻ്റെ പേര്. ഇനി വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ എവിടെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ മെക്സിക്കോയിലാണ്. താംജ ആണെന്ന് നോക്കുക. അവിടെയാണ് ചെത്തുമാൽ ബേ ഉള്ളതെന്ന് നോക്കുക. ഇനി പാലസ്തീൻ UN മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് 143 പേര് അല്ലേ, 143 പേര് അവരെ അംഗീകരിച്ച് വോട്ട് ചെയ്തു. അതിനെ എതിർത്തിട്ട് 9 പേരാണ്. അതിൽ ഈ 143 പേരിൽ ഇന്ത്യയും കൂടി ഉണ്ടെന്ന് നോക്കുക. ഇനി എതിർത്തിട്ടാണെങ്കിൽ അതിൽ US, ഇസ്രയേൽ പ്രധാനപ്പെട്ട എതിർത്തിട്ട് വോട്ട് ചെയ്തത്. പിന്നെ 25 പേര് പങ്കെടുത്തിട്ട് പോലും ഇല്ല. ഓക്കെ, അടുത്താണ്
എ പേഴ്സൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് അസെൻഡ് ഫോർ 29th ടൈം. 29 തവണ മൗണ്ട് എവറസ്റ്റ് കയറി ഇറങ്ങുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കമി റീത ഷെർപ്പയാണെന്ന് നോക്കാം, നേപ്പാളുകാരൻ. ഓക്കെ, സോ 29ാമത്തെ തവണയും മൗണ്ട് എവറസ്റ്റ് കയറുന്ന വ്യക്തി കമി റീത ഷെർപ്പയാണ്, നേപ്പാളുകാരനാണെന്ന് കൂടി നോക്കാം. അടുത്താണ് ഇൻഡെക്സസിലേക്കാണ് നമ്മൾ എത്തുന്നത്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2024 അല്ലെങ്കിൽ ഗ്ലോബൽ ടൂറിസം ഇൻഡെക്സ് WEF ആണ് ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം. അത് പ്രകാരം ഇന്ത്യ 39ാമത്തെ സ്ഥാനമാണ്, ഒന്നാമത് US ആണ്. മൊത്തം 119 രാജ്യങ്ങളും ഇതിലുണ്ട് നോക്കാം. ഓക്കെ, സോ 1 US, 39ാം സ്ഥാനത്ത് ഇന്ത്യ. മൊത്തം എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 119 രാജ്യങ്ങളിലാണ് ഇന്ത്യ 39ാം സ്ഥാനത്ത് നിന്ന് നോക്കാം. അടുത്താണ് വെൽത്തിയസ്റ്റ് സിറ്റീസ് റിപ്പോർട്ട്. അതുപ്രകാരം ഒന്നാമതുള്ളത് ന്യൂയോർക്കാണ്, പിന്നെ 3ാം സ്ഥാനത്ത് ടോക്കിയോ സിറ്റിയാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് 2 എണ്ണമാണ്, ഒന്ന് മുംബൈയും അതുപോലെ തന്നെ ഡൽഹിയും. മുംബൈ 24ാം സ്ഥാനത്ത്, ഡൽഹി 37ാം സ്ഥാനത്താണെന്നും കൂടി നോക്കാം. സോ വെൽത്തിയസ്റ്റ് സിറ്റീസ് റിപ്പോർട്ടിൽ 1 ന്യൂയോർക്ക് സിറ്റി, 3ാമത് ടോക്കിയോ സിറ്റി. രണ്ടും നമുക്ക് നോക്കണ്ട, ടോക്കിയോ 3ാമതാണ് നോക്കുക. ഇനി ഇന്ത്യയിൽ നിന്ന് മുംബൈ ഉണ്ട്, ഡൽഹി ഉണ്ട്. 24ാം സ്ഥാനത്താണ് മുംബൈ, ഡൽഹി 37ാമത്തെ സ്ഥാനത്താണെന്നും കൂടി നോക്കാം. അടുത്താണ് 2024 വേൾഡ് വൈൽഡ് ലൈഫ് ക്രൈം റിപ്പോർട്ട്. വേൾഡ് വൈൽഡ് ലൈഫ് ക്രൈം റിപ്പോർട്ട് പ്രകാരം ഈ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന റൈനോ ആണെന്ന് നോക്കാം. റൈനോൻ്റെ ഹോൺ, അതായത് കൊമ്പ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ റൈനോ, 2 പാങ്കോളിൻ, 3 എലിഫൻ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, അനിമൽ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ റൈനോ, പിന്നെ പാങ്കോളിൻ, പിന്നെ എലിഫൻ്റ്. ഈ റൈനോൻ്റെ ഹോണിന് വേണ്ടിയിട്ട്, പാങ്കോളിൻ്റെ സ്കെയിൽസ് വേണ്ടിയിട്ട്, എലിഫൻ്റെ കൊമ്പ്, അതിനെ ഐവറി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ ശതമാനം കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ 29% റൈനോനാണ്, 28% പാങ്കോളിൻ. 1% വ്യത്യാസമുള്ള ഇവർ തമ്മിൽ. പിന്നെ 15% മാത്രമേ ഉള്ളൂ ഏത് എലിഫൻ്റ് വേട്ടയാടുന്നത്. സോ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന അനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ റൈനോ ആണ്, രണ്ടാമത് പാങ്കോളിൻ അതിൻ്റെ സ്കെയിൽസിന് വേണ്ടിയിട്ട്, മൂന്നാമത് എലിഫൻ്റ് 15% ഉള്ളൂ നോക്കുക, ഐവറി. ഓക്കെ, എലിഫൻ്റ് കൊമ്പിനെ വിളിക്കുന്നതാണ് ഐവറി. പിന്നെ പാങ്കോളിൻ സ്കെയിൽസിന് വേണ്ടിയിട്ടാണ്. ഇത് 29%, ഇത് 28%. അടുത്താണ് പ്ലാന്റ്സ്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് സെഡർ ആൻഡ് സാപ്പിൻഡെയിൽസ് ആണ് നോക്കാം. 47% ഉണ്ട്. ഇത് 47 നോക്കണമെന്നില്ല. ഏറ്റവും കൂടുതൽ സെഡാറാണ്, രണ്ടാമത്തെ റോസ് വുഡാണ്, മൂന്നാമത്തെ അഗർവുഡ് ക്രാന്ന് ആണ് നോക്കാം. ഓക്കെ, സോ സെഡാർ, പിന്നെ റോസ് വുഡ്, പിന്നെ അഗർവുഡ്. അടുത്താണ് ലാർജസ്റ്റ് സോളാർ പവർ ജനറേറ്റർ ഇൻ 2023. 2023 ഏറ്റവും കൂടുതൽ സോളാർ പവർ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ 3ാം സ്ഥാനം ഇന്ത്യയാണ്, 4ാം സ്ഥാനം ജപ്പാൻ. സോ ലാർജസ്റ്റ് സോളാർ പവർ ജനറേറ്റർ ഇൻ 2023, അതിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് നോക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കാം. ഇന്ത്യ 3ാം സ്ഥാനമാണ്, ജപ്പാൻ 4ാം സ്ഥാനം. അടുത്തത് നമ്മൾ അപ്പോയിൻമെൻറ്റ്സിലേക്ക് എത്താണ്. ഇമ്പോർട്ടൻ്റ് ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററും അവരെ പറ്റിയാണ് നമ്മളിതിൽ പറയുന്നത്. ഈ സ്കോട്ട്ലാൻഡിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അതെ ഫസ്റ്റ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ സിനി ആണെന്ന് നോക്കാം. അതായത് ആണ് ആൾ, ജോൺ സിനി. ഇനി റഷ്യൻ പ്രസിഡന്റ് നമുക്കറിയാം വ്ളാഡിമിർ പുടിനാണ്. എന്നാൽ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ മിഖായിൽ മിഷുസ്റ്റിൻ ആണെന്ന് നോക്കാം. ഇനി റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രിയേൽ ബെലുസോവ് ആണെന്ന് നോക്കാം, ആൻഡ്രി റിമോവിച്ച് ബെലുസോവ്. ഇനി സോളമൻ ഐലൻഡ്സിൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ജെറമിയ മനേൽ ആണെന്ന് നോക്കാം. ഇനി ചാഡിൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അവിടുത്തെ മിലിറ്ററി ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഇഡ്രിസ് ഡെബി ആണെന്ന് നോക്കാം, ഏത് ചാഡിൻ്റെ പ്രസിഡന്റ്. ഇനി പനാമയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസ് റൗൾ മുലീനോ ആണെന്ന് നോക്കാം, ജോസ് റൗൾ മുലീനോ. ഇനി നാസസ് ചീഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ ഡേവിഡ് സവ്ലാങ്കി ആണെന്ന് നോക്കാം, സാൽവഗ്നിനി. ഓക്കെ, സോ സ്കോട്ട്ലാൻഡിൻ്റെ ജോൺ സിനി. പിന്നെ റഷ്യൻ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഖായിൽ മിഷുസ്റ്റിൻ. റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആൻഡ്രി റിമോവിച്ച് ബെലുസേവ്. ഇനി സോളമൻ ഐലൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലോ ജെറമിയ മനാലെ. ഇനി ചാഡിൻ്റെ ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഇഡ്രിസ് ഡെബിയാണ്. ഇനി പനാമയുടെ ജോസ് റൗൾ മൊലീനോ. ഇനി നാസാസ് ചീഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ ഡേവിഡ് സവ്ലഗ്നി ആണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യൻ അപ്പോയിൻമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്.
ലാസൻ ടുബ്രോ അതിൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ശങ്കർ രാമനാണ് നോക്കാം. ഓക്കെ, ശങ്കർ രാമൻ. ഇനി HDFC ലൈഫിൻ്റെ ചെയർമാനാണെങ്കിൽ KK മിസ്ത്രി. ഓക്കെ, KK മിസ്ത്രി. ഇനി മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഡയറക്ടർ സുബോധ് കുമാറാണ്. ഇനി വിസ ഇന്ത്യയുടെ മാനേജർ ആരെന്ന് ചോദിച്ചാൽ റെയ്നയാണ്. ഓക്കെ, സുജയ് റെയ്ന. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിസെഫ് ഇന്ത്യയുടെ നാഷണൽ അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ കരീന കപൂറാണ് നോക്കാം. ഓക്കെ, കരീന കപൂർ. ഇനി നാഷണൽ ജൂട്ട് ബോർഡിൻ്റെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ശശി ഭൂഷൺ സിംഗ്. ഓക്കെ, ശശി ഭൂഷൺ സിംഗ്. ഇനി CIIൻ്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ സഞ്ജീവ് പുരിയാണെന്ന് നോക്കാം. ഓക്കെ, സഞ്ജീവ് പുരി. അടുത്താണ് അഡീഷണൽ ഡയറക്ടർ ഇൻ CBI AVY കൃഷ്ണ ആൻഡ് വേണുഗോപാൽ. കൃഷ്ണ ആൻഡ് വേണുഗോപാൽ. സോ ലാസൻ ടുബ്രോൻ്റെ ആണെങ്കിൽ ശങ്കർ രാമൻ. ഇനി HDFC ലൈഫിൻ്റെ ആണെങ്കിൽ KK മിസ്രി. പിന്നെ മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഡയറക്ടർ സുബോധ് കുമാറാണ്. ഇനി വിസ ഇന്ത്യയുടെ മാനേജർ സുജയ് റൈന. യൂണിസെഫ് ഇന്ത്യയുടെ നാഷണൽ അംബാസഡർ കരീന കപൂർ. ഇനി നാഷണൽ ജൂട്ട് ബോർഡിൻ്റെ സെക്രട്ടറി ശശി ഭൂഷൺ സിംഗ്. CIAയുടെ പ്രസിഡന്റ് സഞ്ജീവ് പുരി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ടെണ്ണം. ഓക്കെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന യൂണിസെഫും CIAയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡീഷണൽ ഡയറക്ടർ ഇൻ CBI കൃഷ്ണ ആൻഡ് വേണുഗോപാൽ. അടുത്താണ് പ്രസിഡന്റ് ഓഫ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ. അതിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ താരം ചോദിച്ചാൽ കപിൽ സിബൽ ആണ് നോക്കുക. ഓക്കെ, കോൺഗ്രസ്സുകാരൻ. പിന്നെ അടുത്താണ് ചെയർമാൻ ഓഫ് IFFCO ദിലീപ് സംഘാനിയാണ് നോക്കുക. അതുപോലെ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ ചെയർമാൻ N ചന്ദ്രശേഖരനാണ്. ഇനി GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രസിഡന്റ് SK മിശ്രയാണ്, അതായത് സഞ്ജയ് കുമാർ മിശ്ര. അടുത്താണ് ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് അംബാസഡർ ഓഫ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഷാറുഖ് ഖാനാണ്, ഓർക്കണം. അതേപോലെ തന്നെയാണ് ചെയർമാൻ ഓഫ് SSC, ഇത് പഠിക്കാൻ പോകുന്ന എല്ലാവരും ഓർക്കണം, രാകേഷ് രഞ്ജനാണെന്ന് കൂടി നോക്കാം. സോ ഇത് പ്രധാനപ്പെട്ടത് ഈ പ്രസിഡന്റ് ഓഫ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ കപിൽ സിബൽ അത് നോക്കണം. അതുപോലെ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് ചെയർമാൻ അത് N ചന്ദ്രശേഖരൻ. GST അപ്പലേറ്റ് ട്രിബ്യൂണൽ സഞ്ജയ് കുമാർ മിശ്ര. പിന്നെ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഷാറുഖ് ഖാൻ. ഇനി SSCൻ്റെ ചെയർമാൻ രാകേഷ് രഞ്ജൻ. അടുത്താണ് കേരളമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. വെസ്റ്റ് നൈൽ വൈറസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ പറഞ്ഞിരുന്നു. അത് കൊതു കുത്തിയിട്ട് കൊതു കൊണ്ടുള്ള അസുഖമായിരുന്നു. മെയിൻലി ഇത് ക്യൂലെക്സ് കൊതു കൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കാം. വെസ്റ്റ് നൈൽ വൈറസ് ക്യൂലെക്സ് കൊതു കൊണ്ട്. ഇത് ആദ്യം ലോകത്തുണ്ടായത് 1937 ഉഗാണ്ടയിലായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ 1952 മുംബൈയിലാണ് ഇത് ആദ്യമായിട്ടുണ്ടാകുന്നത്. ഇതൊരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസും കൂടിയാണെന്നും കൂടി നോക്കാം. സോ ഇത്ര വെസ്റ്റ് നൈൽ വൈറസ് കൊണ്ട് നമുക്ക് നോക്കുകൊണ്ട് ഇതൊരു RNA ബേസ്ഡ് വൈറസാണ്. അതുപോലെ തന്നെ ഈ കൊതു കൊണ്ടുണ്ടാവുന്ന ഏത് കൊതുവെന്ന് ചോദിച്ചാൽ ക്യൂലെക്സ് കൊതുവാണെന്ന് നോക്കാം. ഇത് ആദ്യം ഉണ്ടായത് ഉഗാണ്ടയിലാണ് 1937. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടുണ്ടായത് മുംബൈയിലാണ് 1952. അതേപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് A ഇൻ കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് A കൊണ്ടുള്ള കുറച്ച് അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 12 മരണം സംഭവിച്ചിട്ടുണ്ട്. മലപ്പുറത്തായി ഇതുണ്ടായെന്ന് നോക്കാം. മെയിൻലി ലിവർ ബേസ്ഡ് ഡിസീസാണ്. 2 തൊട്ട് 6 ആഴ്ച വരെയുള്ള ഇൻക്യുബേഷൻ പീരീഡ് ഇത് അസുഖം തിരിച്ചറിയണമെങ്കിൽ. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് പ്രോത്രോംബിൻ ടെസ്റ്റ്. സോ ഇതാണ് പ്രധാനം. പ്രോത്രോംബിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് A തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നോക്കാം. അടുത്താണ് ന്യൂ ആൽഗി സ്പീഷീസ് ഈ കേരളത്തിൽ അടുത്ത് കണ്ടെത്തിയിരുന്നു. എവിടെയെന്ന് ചോദിച്ചാൽ കുംഭവൃട്ടിയാണ്, കൊല്ലത്താണ് ഇത് കണ്ടെത്തിയെന്ന് നോക്കാം. അതിൻ്റെ പേരാണ് യൂഡോക്ലൈഡിയം സഹയാദ്രിക്കം. ഓക്കെ, യൂഡോക്ലൈഡിയം സഹയാദ്രിക്കം ആണെന്ന് നോക്കാം, ആൽഗി ആണെന്ന് നോക്കാം. അടുത്താണ് സ്പോർട്സിലേക്ക് നമ്മളെത്തി. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. 2025 BWF വേൾഡ് ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് വെന്യൂ എന്ന് ചോദിച്ചാൽ ഗുവാഹത്തിയിലാണ് നോക്കാം. അതുപോലെ തന്നെ AFC Under-23 ഏഷ്യൻ കപ്പ് നേടിയത് ജപ്പാനാണ്. അതുപോലെ തന്നെ 30ാമത്തെ സുൽത്താൻ അസ്ലാൻ ഷാ ട്രോഫി അതും നേടിയത് ജപ്പാനാണെന്ന് നോക്കാം. ഇനി തോമസ് ആൻഡ് യൂബർ കപ്പ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നേടിയത് ചൈനയാണ്. ഓക്കെ, ഇനി ഇത് വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് UN ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മെയ് 25-നാണെന്ന് നോക്കാം. മെയ് 25. ഇനി ഇന്ത്യയുടെ 85ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ശ്യാം നിഖിലാണെന്ന് നോക്കാം. ശ്യാം നിഖിൽ. ഫസ്റ്റ് ഇന്ത്യൻ ബോളർ ടു ടേക്ക് 350 T20 വിക്കറ്റ്സ് ആരെന്ന് ചോദിച്ചാൽ യുസ്വേന്ദ്ര ചഹാൽ ആണെന്ന് നോക്കാം. സോ BWF ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ഗുവാഹത്തിയിലാണ് നടക്കാൻ പോകുന്നത്. ഇനി AFC Under-23 ഏഷ്യൻ ടൈറ്റിലും 30ാമത്തെ സുൽത്താൻ അസ്ലാൻ ഷാ ടൈറ്റിൽ നേടുന്നത് ജപ്പാനാണ്. ഇനി തോമസ് ആൻഡ് യൂബർ കപ്പ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നേടുന്നത് ചൈനയാണ്. ഫുട്ബോൾ ഡേ
എന്നാണ് ചോദിച്ചാൽ UN ആചരിക്കാൻ പോകുന്നത് മെയ് 25-നാണ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 85ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഷാംനെഗിലാണ്. ഇനി 350 T20 വിക്കറ്റ് കടന്ന വ്യക്തി ചഹലാണെന്ന് കൂടി നോക്കാം. അടുത്താണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ T20ക്ക് ഉണ്ടായിരുന്ന സ്പോൺസർ ആരാണെന്ന് ചോദിച്ചാൽ അമൂലാണ്. ഓക്കെ, അമൂൽ. അതുപോലെ തന്നെയാണ് US-ഉം സൗത്ത് ആഫ്രിക്കേൻ്റെയും ലീഡ് സ്പോൺസർ ആരായിരുന്നു ചോദിച്ചാൽ അമൂൽ തന്നെയായിരുന്നു. ഇനി സ്കോട്ട്ലാൻഡിന് T20ക്ക് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് നടത്തിയത് നന്ദിനിയാണ്. കർണാടകയിലെ മിൽക്ക് യൂണിറ്റ് ആണ് നന്ദിനി. അടുത്തന്നെ ദോഹ ഡയമണ്ട് ലീഗിൽ സിൽവർ നേടിയത് നീരജ് ചോപ്രയാണ്. ഗോൾഡ് യാക്കൂബാണെന്ന് നോക്കാം. ഗോൾഡ് നേടിയത് യാക്കൂബ്. ഇനി 36ാമത്തെ, അതായത് സ്പാനിഷ് ടൈറ്റിൽ നേടിയത് റയൽ മാഡ്രിഡ് ആണെന്ന് നോക്കാം. ഓക്കെ, സ്പാനിഷ് ലാലിഗ ടൈറ്റിൽ നേടിയത് റയൽ മാഡ്രിഡ്. ഇനി ലീഗ് 1, അതായത് ഫ്രഞ്ച് ലീഗ് 1 ടൈറ്റിൽ നേടിയത് PSG ആണെന്ന് നോക്കാം. അവരുടെ 12ാമത്തെ ടൈറ്റിലാണ്. ഓക്കെ, സോ ലീഗ് 1 ടൈറ്റിൽ ഫ്രഞ്ച് നേടിയത് PSG ആണ്. ഇനി ISL ടൈറ്റിൽ കഴിഞ്ഞ കൊല്ലത്തെ നേടിയത് മുംബൈ FC ആണെന്നും കൂടി നോക്കാം. സോ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ ആരായെന്ന് ചോദിച്ചാൽ അമൂലാണ്. അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്ക USA-ൻ്റെ ലീഡ് സ്പോൺസർ ആരായെന്ന് ചോദിച്ചാൽ അമൂലാണ്. ഇനി നന്ദിനി ഏതിൻ്റെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലാൻഡിൻ്റെ ആണ്. ദോഹ ടൈറ്റിൽ സിൽവർ നേടിയത് നീരജും ഇനി ഇന്ത്യക്കാരനാണ്, അത് ഓർക്കണം. ഗോൾഡാണ് യാക്കൂബ്. സ്പാനിഷ് ലാലിഗ ടൈറ്റിൽ റയൽ മാഡ്രിഡ് ആണ്. ഫ്രഞ്ച് ലീഗ് 1 ടൈറ്റിൽ നേടിയത് PSG ആണ്. ഇനി ISL ടൈറ്റിൽ മുംബൈ FC ആണ്. മോഹൻ ബഗാനെ തോപ്പിച്ചു. അടുത്താണ് ബജ്രംഗ് പൂനിയ ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ റെസ്ലറാണ്. റെസ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ നേടിയിട്ടുണ്ട്. സോ സസ്പെൻഡഡ് റെസ്ലർ ആരാന്ന് ചോദിച്ചാൽ ബജ്രംഗ് പൂനിയാണെന്ന് നോക്കാം. ഇനി ഈ ദീപ്തി ദീവാൻജി എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ പാരാ അത്ലറ്റിക് ആണ്. ഓക്കെ, പാരാ അത്ലറ്റ്. ദീമ കർമാക്കർ എല്ലാവർക്കും അറിയാം, എന്താണെന്ന് ചോദിച്ചാൽ ജിംനാസ്റ്റ് ആണെന്ന് നോക്കാം. ഇനി കൊളിൻ മൺറോ, അത് ന്യൂസിലാൻഡിലെ ക്രിക്കറ്ററാണ്, ഇപ്പം റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇനി തായ്ലാൻഡ് ഓപ്പൺ 2024 നേടിയത് സാത്വിക് റങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി, ഇത് ഓർക്കണം. സോ തായ്ലാൻഡ് ഓപ്പൺ നേടിയത് ചിരാഗ് ഷെട്ടിയും അതുപോലെ തന്നെ റങ്കിറെഡ്ഡിയുമാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഓപ്പൺ നേടുന്ന ഇഗോ സിയാട്ടക്കും അലക്സാണ്ടർ ആണെന്ന് നോക്കാം. ഇറ്റാലിയൻ ഓപ്പൺ ഇഗോ സിയാട്ടക്കും അലക്സാണ്ടറും. ഇനി മഡ്രിഡ് ഓപ്പൺ ആണെങ്കിലോ ഇഗോ സിയാട്ടക്കും ആൻഡ്രിയ റുബലേവ് ആണെന്ന് നോക്കാം. സോ ഇത് മൂന്നാണ്. സോ ഇതിൽ ബജ്രംഗ് പൂനിയ നോക്കണം, അത് റെസ്ലറാണ്. ഇനി ദീപ്തി ദീവാൻജി ഏതാണെന്ന് ചോദിച്ചാൽ പാരാ അത്ലറ്റാണ്. ദീപ കർമാക്കർ ജിംനാസ്റ്റാണ്. കൊളിൻ മൺറോ ക്രിക്കറ്ററാണ്. സോ ഇത് ആ മേഖലയാണ് നമ്മളിതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ തായ്ലാൻഡ് ഓപ്പൺ നേടുന്നതോ ചിരാഗ് ഷെട്ടി ആൻഡ് റങ്കിറെഡ്ഡി ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് നോക്കണം, തായ്ലാൻഡ് ഓപ്പൺ. ഇനി മഡ്രിഡ് ഓപ്പൺ ആണെങ്കിലോ ഇഗോ സിയാട്ടക്കും ആൻഡ്രിയ റുബലേവ് ആണെന്ന് നോക്കാം. ഇനി ഇറ്റാലിയൻ ഓപ്പൺ ആണെങ്കിൽ ഇഗോ സിയാട്ടക്കും അലക്സാണ്ടർ സെബ്രേവ് ആണെന്നും കൂടി നോക്കാം. അടുത്താണ് ഫ്രഞ്ച് മോട്ടോ GP നേടുന്നത് ജോർജ് മാർട്ടിൻ ആണെന്ന് നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ ജോർജ് മാർട്ടിൻ. ഇനി എമിലിയ റൊമാഗ്ന, അത് റൊമാനിയ. സോ എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് നേടുന്നത് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. അതുപോലെ തന്നെ മൊണാക്കോ GP ആണെങ്കിലോ ചാൾസ് ലെക്ലർക്ക് ആണെന്ന് നോക്കാം. ഇനി മയാമി ഓപ്പൺ ആണെങ്കിലോ ലാൻഡോ നോറിസ് ആണെന്ന് നോക്കാം. ഓക്കെ, സോ ഫ്രഞ്ച് മോട്ടോ GP ആണെങ്കിൽ ജോർജ് മാർട്ടിൻ. ഇനി എമിലിയ റൊമാഗ്ന GP ആണെങ്കിൽ മാക്സ് വെർസ്റ്റപ്പൻ. മൊണാക്കോ ആണെങ്കിൽ ചാൾസ്. ഇനി മയാമി ഓപ്പൺ ആണെങ്കിലോ ലാൻഡോ നോറിസ്. ഇനി തേർഡ് എലോർഡോ കപ്പ് ഹെൽഡിൻ എവിടെ വെച്ചാൽ നടക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആസ്ഥാനയിലാണെന്ന് നോക്കാം. സോ എലോർഡോ കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സിംഗ് ആണ്. സോ ഈ കപ്പുകൾ ഏത് കളിയായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിക്കാം. സോ എലോർഡോ കപ്പ് ബോക്സിംഗ് ആണ്, ആസ്ഥാനയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് നോക്കാം. ഇനി ലെറ്റ്സ് മൂവ് ഇന്ത്യ ക്യാമ്പയിൻ ആരംഭിച്ച ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ ആണ് നോക്കാം. അടുത്താണ് ICC മെൻസ് T20 വേൾഡ് കപ്പ് നടന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് തിരഞ്ഞെടുത്ത ഒന്ന് യുവരാജ് സിംഗ് ഉണ്ട്, ഇന്ത്യക്കാരെ. പിന്നെ ഷഹീദ് അഫ്രീദി പാകിസ്ഥാൻ്റെ, വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗെയിൽ, പിന്നെ സ്പ്രിൻറ്റർ ഉസൈൻ ബോൾട്ട്. അടുത്തതാണ് AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2026. ഓക്കെ, സോ AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2026 എവിടെ നടക്കാൻ പോകുന്നു ചോദിച്ചാൽ ഓസ്ട്രേലിയയിലാണ്. 29 ഉസ്ബെക്കിസ്ഥാൻ, ഇതൊക്കെ വേദിയാണ്. സോ AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2026 ഓസ്ട്രേലിയ, 29 ഉസ്ബെക്കിസ്ഥാൻ. അതുപോലെ തന്നെ വുമൻസ് വേൾഡ് കപ്പ് 2027 വേദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണെന്ന് നോക്കാം. സോ വുമൻസ് ഏഷ്യ കപ്പ് 2026 ഓസ്ട്രേലിയ, 29 ഉസ്ബെക്കിസ്ഥാൻ. ഇനി വുമൻസ് വേൾഡ് കപ്പ് ഫുട്ബോൾ എവിടെ നടക്കാൻ പോകുന്നത് ചോദിച്ചാൽ ബ്രസീലാണ്, 2027. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയാണ് നമ്മൾ പറയുന്നത്.
ഗ്രീൻ ഓസ്കാർ വൈറ്റ്ലി അവാർഡ് നേടിയത് പൂർണിമ ദേവി ബാർമാനാണ് നോക്കാം. അടുത്താണ് യുനെസ്കോ ഗുല്ലർമോ കാനോ പ്രൈസ്. അത് പാലസ്റ്റീൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോനാണ് നോക്കാം. ഇനി ഗോൾഡൻ പ്രൈഡ് ഓഫ് സിദ്ധി അവാർഡ് നേടിയത് പവൻ സിദ്ധിയാണ് നോക്കാം. പവൻ സിന്ധി. ഇനി ഹോണററി ഡോക്ടറേറ്റ് ബൈ മഗിൽ യൂണിവേഴ്സിറ്റി നേടുന്നത് സൗമ്യ സ്വാമിനാഥൻ. അടുത്താണ് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടുന്ന വ്യക്തി റസ്കിൻ ബോണ്ട്. അടുത്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു CSR ഡോക്ടർ ബീന മോദിക്കാണ് കിട്ടുന്നത് നോക്കാം. അടുത്താണ് സെക്കൻഡ് ബാങ്ക് ഇൻ ഇന്ത്യ ടു ക്രോസ് 8 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ ICICI ബാങ്കാണെന്ന് നോക്കാം. അടുത്താണ് ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് 2024 വരുന്ന അലോക് ശുക്ലയാണെന്ന് നോക്കാം. സോ ഗ്രീൻ ഓസ്കാർ വൈറ്റ്ലി പ്രൈസ് പൂർണിമ ദേവി ബാർമാനാണ്. യുനെസ്കോ ഗില്ലർമോ പ്രൈസ് അത് നേടുന്ന പാലസ്റ്റീൻ ക്രൈസിസ്. സിദ്ധി ആണെങ്കിലോ പവൻ സിദ്ധി. ഇനി മഗിൽ ഡോക്ടറേറ്റ് അവാർഡ് നേടുന്നത് സൗമ്യ സ്വാമിനാഥൻ. സാഹിത്യ അക്കാദമി അവാർഡ് റസ്കിൻ ബോണ്ടാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു CSR ആണെങ്കിൽ അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബീന മോഡിക്കാണ്. സെക്കൻഡ് ബാങ്ക് ടു ക്രോസ് 8 ട്രില്യൺ ഡോളർ ഏതാണെന്ന് ചോദിച്ചാൽ ICICI ആണ്. അപ്പോൾ ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ HDFC ആണ്. ഓക്കെ. പിന്നെ ഗോൾഡ്മാൻ സാക്ക് എൻവയോൺമെൻറ്റൽ പ്രൈസ് നേടുന്നത് അലോക് ശുക്ല. അടുത്താണ് പുലിറ്റ്സർ പ്രൈസ് ആണ്. അത് നേടുന്നത് ഡേവിഡ് ഹോഫ്മാൻ ആണ്. അത് റൈറ്റിംഗ് ജേർണലിസ്റ്റിനാണ്. വാഷിങ്ടൺ പോസ്റ്റിലെ ലേഖനത്തിനാണ് കിട്ടുന്നത് നോക്കാം. ഡേവിഡ് ഹോഫ്മാൻ. പിന്നെയാണ് ഹന്ന ഡ്രയർ. അത് ന്യൂയോർക്ക് ടൈംസിലേക്കുള്ളതാണ്. പിന്നെ ഫിക്ഷൻ എഴുത്തിനാണെങ്കിൽ അന്ന ഫിലിപ്പാണ്. അത് നൈറ്റ് വാച്ച് എന്ന ബുക്കിന്. പിന്നെ ഡ്രാമയാണെങ്കിൽ പ്രൈമറി ടെസ്റ്റ്. അത് എബോണി ബൂത്ത്. സോ ഡേവിഡ് ഹോഫ്മാനും ഡ്രയറും ഓർത്തിരിക്കുക. പിന്നെ നൈറ്റ് വാച്ച് എന്ന പുസ്തകം എഴുതിയത് അന്ന ഫിലിപ്പ്. അടുത്താണ് ഷാ പ്രൈസ് ഇൻ ആസ്ട്രോണമി. അത് കിട്ടിയത് ശ്രീനിവാസ് കുൽക്കർണിയാണ് നോക്കാം. ഓക്കെ. ഷാ പ്രൈസ് ശ്രീനിവാസ് കുൽക്കർണി. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 നേടുന്നത് ജെന്നി എർപ്പൻബക്കാണ്. കെയ്റോസ് എന്ന കൃതിക്കാണ് കിട്ടുന്നത് നോക്കാം. ജെന്നി എർപ്പൻബക്ക് കെയ്റോസ് എന്ന കൃതിക്ക്. അടുത്താണ് UN മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് നേടുന്ന ആരെന്ന് ചോദിച്ചാൽ മേജർ രാധിക സെൻ. ഓക്കെ. UN മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ അവാർഡ് നേടുന്ന രാധിക സെൻ. അടുത്താണ് 75ാമത്തെ കാനസ് ഫിലിം അവാർഡാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഗ്രാൻഡ് പ്രൈസ് മികച്ച സിനിമയ്ക്ക് കിട്ടുന്ന ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയ്ക്കാണ്. അത് സംവിധാനം ചെയ്തത് പായൽ കപാടിയാണ് നോക്കുക. ഓക്കെ. സോ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടുന്നത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പായൽ കപാടിയൊക്കെയാണ് കിട്ടുന്നത് നോക്കുക. ഇനി ബെസ്റ്റ് ആക്ട്രസ് അവാർഡാണ് കിട്ടുന്നത് സെൻഗുപ്ത. ഓക്കെ. അനസൂയ സെൻഗുപ്ത. സോ ഗ്രാൻഡ് പ്രിക്സ് വരുന്നത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പായൽ കപാടിയ. ഇനി ബെസ്റ്റ് ആക്ടർ ആണെങ്കിൽ അനസൂയ സെൻഗുപ്ത. ഇനി ATD ബെസ്റ്റ് അവാർഡ് തേർഡ് അവാർഡ് നേടുന്നത് NTPC ആണ് കൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 8 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നേടുന്ന രണ്ടാമത്തെ ബാങ്കാണ് ICICI. ഓക്കെ. ആദ്യത്തെ HDFC ആണ്. ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് കമ്പനികൾ ഈ പട്ടികയിൽ വന്നിട്ടുണ്ട്. അതാണ് ഒന്ന് റിലയൻസ്, പിന്നെ TCS, പിന്നെ HDFC, പിന്നെ SBI, ICICI. SBI എത്തിയില്ല എന്നാണ് പറയുന്നത്. 7.8 ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ICICI രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. സോ റിലയൻസ്, TCS, HDFC, SBI, ICICI. അടുത്താണ് IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഈ സ്പൂസ് ഫോറിൻ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ അതായത് വിദേശത്ത് നിന്നാണ് വിളിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഇത് കിട്ടുമ്പോൾ ഇത് ഇന്ത്യയിൽ നിന്നുള്ള നമ്പറായിട്ടാണ് തോന്നുന്നത്. ഓക്കെ. ആർ മെയ്ഡ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുനിന്നാണ് ഈ കോൾ വിളിക്കുന്നവർ. ബട്ട് നമുക്കിത് കാണുമ്പോൾ ഇത് നമ്മുടെ സാധാരണ ഇന്ത്യയിലെ നമ്പറിൽ നിന്നും വിളിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് ദ കോളേഴ്സ് നമ്പർ ഈസ് ചേഞ്ച് ടു ലുക്ക് ലൈക്ക് ഫ്രം ഇന്ത്യ. ഇന്ത്യയിലെ പ്ലസ് നമ്മുടെ ഇന്ത്യയിലെ ഫോണിൻ്റെ കോഡ് നമുക്കറിയാം +91 അല്ലേ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിളിക്കുമ്പോൾ എല്ലാ നമ്പറിനെയും തുടക്കത്തിൽ കാണുന്ന നമ്പർ ഇതാണ് +91. ഇന്ത്യയിലെ ഫോണിൻ്റെ കോഡാണ്. പക്ഷേങ്കിൽ ഇവർ വിളിക്കുന്നത് വേറെ രാജ്യത്തു നിന്നാണ്. +001 അങ്ങനെയുള്ള രാജ്യത്തു നിന്നൊക്കെ ആവും. പക്ഷേ വിളിക്കുന്ന അവിടെ നിന്നാണെങ്കിൽ പക്ഷേ നമുക്ക് ഇതിൽ ഫോണിൽ വരുന്നത് +91. ഇങ്ങനെ ഇതിനെയാണ് സ്പൂഫ് ഫോറിൻ കോൾസ് എന്ന് വിളിക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ട് സഞ്ചാർ സാത്തി സൈറ്റും ചക്സു എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലാണ് ഈ ചക്സു സാത്തി സൈറ്റ്. നിങ്ങൾക്ക് വെബ്സൈറ്റാണ് ഇന്ത്യയിലെ. ഇത് വിസിറ്റ് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ പിന്നെ ഫേക്ക് നമ്പറുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനോ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സൈറ്റാണ് സഞ്ചാർ സാത്തി സൈറ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റാണ്. ഓക്കെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റാണ് ഈ ചക്സു സാത്തി സൈറ്റ്. നിങ്ങൾക്ക് സന്ദർശിക്കാം. .com എന്നും കൂടി ഇത് സഞ്ചാർ സാത്തി .com. ഓക്കെ. സഞ്ചാർ സാത്തി
.com എന്ന് അടിച്ച് നിങ്ങൾക്ക് ഇതിൽ കയറിയാം. നമ്മുടെ ഇന്ത്യൻ സൈറ്റാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫേക്ക് കോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരാതിപ്പെടാം. അതുപോലെ തന്നെ നമ്പറുമായിട്ട് ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്ര കോളുണ്ട്, സിമ്മുകൾ എടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് തപ്പി അറിയാം. മാത്രമല്ല ഇതുപോലെ കോളുകൾ ബ്ലോക്ക് ചെയ്യാനും ഇതൊക്കെ പറ്റുന്ന ഒരു സൈറ്റും കൂടിയാണ് സഞ്ചാർ സാത്തി സൈറ്റ്. അടുത്താണ് ബെക്കൻ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ബെക്കൻ GPTൻ്റെ ഫുൾ ഫോമാണ് ഈ കണ്ടത്. ബെക്കൻ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഇത് ഡെവലപ്പ് ചെയ്ത് ഫിഡയാണ്. ഫിഡയുടെ ഫുൾ ഫോം എന്താ ചോദിച്ചാൽ ഫൗണ്ടേഷൻ ഫോർ ഇൻ്റർഓപ്പറബിലിറ്റി ഇൻ ദ ഡിജിറ്റൽ എക്കണോമി. ഇത് ഓർത്തിരിക്കാം. അടുത്താണ് ന്യൂ ഓൺലൈൻ മൂവ്മെൻറ്റ് ദാറ്റ് വാണ്ട് പീപ്പിൾ ടു സ്റ്റോപ്പ് ഫോളോയിങ് സെലിബ്രിറ്റി. അതായത് നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്ന ട്വിറ്ററിലും ഇതിലൊക്കെ നമ്മൾ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നത് നമ്മൾ നിർത്തുക. അതിനെയാണ് ബ്ലാക്ക് ഔട്ട് 2024 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്പൂഫ് കോൾ എന്താണ്, വിദേശത്തു നിന്ന് വിളിക്കുന്നത്, പക്ഷേ കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നായിട്ടുള്ള ഇമാതിരി പറ്റിക്കലിനെയാണ് സ്പൂഫ് ഫോറിൻ കോൾ എന്ന് വിളിക്കുന്നത്. സഞ്ചാർ സാത്തി സൈറ്റ് ഇതിനുള്ള പ്രൊട്ടക്ഷനാണ്, നമുക്ക് കയറി വിസിറ്റ് ചെയ്യാം. അടുത്താണ് ബെക്കൻ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഫിഡയാണ് ആരംഭിക്കുന്നത്. അടുത്താണ് ബ്ലോക്ക് ഔട്ട് 2024, അതായത് സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നത് നിർത്തുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 11 മേഖല പറഞ്ഞിരിക്കുന്ന 11 മേഖലയും നമ്മൾ കവർ ചെയ്തുകൊണ്ട് നമ്മൾ മെയ് മാസത്തെ ഫുള്ളായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് കൂടുതലൊന്നും ഈ മെയ് മാസത്തൊന്നും ചോദിക്കില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.